ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം. നമ്മൾ അൺസെൻസേർഡ് റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല. സെൻസർ ചെയ്ത റിപ്പോർട്ടാണ് ഇതുവരെ വെളിയിൽ വന്നത്. സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ അത് നിറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവാദമാകുന്ന ക്രിമിനൽ ഒഫൻസസ് വളരെ ഉണ്ട്. ഹൈക്കോടതിയിലെ പായിച്ചിറ നവാസ് എന്ന പൊതുപ്രവർത്തകൻ കൊടുത്ത പരാതിയിൽ അൺസെൻസേർഡ് ആയിട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനകത്ത് ആ ഡയറക്ഷൻ്റെ അതിനകത്ത് സർക്കാരിനെയും അങ്ങനെയുള്ള ഏജൻസികളെയും കക്ഷി ചേർക്കേണ്ടിയും വരും എന്ന് കരുതുന്നു. ചിലർക്കൊക്കെ നോട്ടീസും പോയിട്ടുണ്ട്. സർക്കാർ ഈ റിപ്പോർട്ട് 4-5 വർഷം പൂഴ്ത്തിവെച്ചു എന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഭവം, ഈ കുറ്റകൃത്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടായത് പലരും മറച്ചുവെച്ച് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഹേമ കമ്മീഷൻ മുമ്പേ അത് വെളിപ്പെടുത്തുകയുണ്ടായി. അതിനകത്തുള്ള ഒഫൻസസ് അതൊരു കോഗ്നിസബിൾ ഒഫൻസസ് ആണ് പലതും. ആ കോഗ്നിസബിൾ ഒഫൻസസ് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ 10-60 ആൾക്കാർ വന്ന് പറഞ്ഞു, അവരവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. വ്യത്യസ്തമായി ഞാൻ ചിന്തിക്കുന്നത്, ഒരു ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ, അവർ ചെയർമാനായുള്ള കമ്മിറ്റിയിൽ മുമ്പിൽ സർക്കാരിൻ്റെ ഉന്നത സ്ഥാനം വഹിച്ച ഒരു IAS അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു IAS ലേഡി, അതുപോലെ തന്നെ മലയാളത്തിലെ പ്രിയങ്കരിയായ നടി ശാരദ, ഇത്രയും പേരിന് മുമ്പിൽ വെച്ച് ചില സ്ത്രീകൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്യുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അത് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പോലീസിന് എടുക്കാവുന്ന കുറ്റങ്ങളാണ് വെളിപ്പെടുത്തിയത്. അത് പല രീതിയിലുള്ള ഒഫൻസുകൾ ഉള്ളതാണ്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അല്ലെങ്കിൽ കോഗ്നിസബിൾ ഒഫൻസായ കുറ്റകൃത്യങ്ങൾ ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ, റിട്ടയർ ചെയ്ത അവരുടെ മുമ്പിൽ അത് അവർ പറഞ്ഞെങ്കിൽ, ഒരു IAS ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്താണെങ്കിലും അവരുടെ മുമ്പിൽ പറഞ്ഞെങ്കിലും, സീനിയർ നടിയായ ശാരദയുടെ മുമ്പിൽ പറഞ്ഞെങ്കിൽ അവരത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ച് കൊടുത്തോളൂ. പക്ഷേ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരാളുടെ മുമ്പിൽ ഒരാൾ വന്ന് റിവീൽ ചെയ്താൽ തീർച്ചയായിട്ടും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഹൈക്കോടതിയിൽ ഇപ്പം അൺസെൻസേർഡ് ആയിട്ടുള്ള, സെൻസർ ചെയ്യാത്ത മുഴുവൻ റെക്കോർഡ് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വരും, അവരുടെ പേരിൽ കേസെടുക്കാൻ DGPക്ക് നിർദ്ദേശം വരും. മറ്റൊരു കാര്യം, ഈ ഇതിനെ സംബന്ധിക്കുന്ന മറ്റൊരു കേസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന ഒരാള് ആറ്റുകാൽ സുരേന്ദ്രൻ എന്ന പൊതുക്കാര്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന വ്യക്തി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന ആവശ്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസുകൾ ധാരാളം റിവീൽ ചെയ്യുന്നുണ്ട്, അത് 4-5 വർഷമായിട്ട് ഗവൺമെന്റ് അതിന് നടപടിയെടുത്തില്ല. അതുകൊണ്ട് കോടതി, അധികാരമുള്ള കോടതിയിലെ 94 നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് വിളിച്ചു വരുത്തണം. പഴയ 91 CRPC പ്രകാരം, ഇപ്പോഴത്തെ നാഗരിക സുരക്ഷാ സംഹിതയിലെ 94 വകുപ്പ് പ്രകാരം
ആ ഡോക്യുമെന്റ് വിളിച്ചു വരുത്താനുള്ള അധികാരം ആ കോടതിക്കുണ്ട്. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഇപ്പോൾ FIR നമുക്ക് ഫയൽ ചെയ്യാം, 0 FIR എന്ന് പറഞ്ഞതുപോലെ. എന്നിട്ട് അവർ കൺസേൺഡ് ആയ പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കുന്നത് പോലെ ഈ തിരുവനന്തപുരത്ത് നിന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കി ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫയലിംഗ് കോടതിയായ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ തന്നെയാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ ശ്രീനിവാസൻ ഈ 91 CRPC പഴയ CRPC പ്രകാരം ഇത് വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് വകുപ്പ് 94. അപ്പൊ അത് കോടതി കൊടുത്തേ പറ്റുള്ളൂ. ഹൈക്കോടതിയിലെ ഈ അൺസെൻസേർഡ് മുഴുവൻ ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതിയിലെ ഡയറക്ഷൻ എന്താണെന്ന് ഇപ്പോൾ ഉടനെ വരും. ഇതിനകത്ത് മൊത്തമായി നമ്മൾ പരിശോധിക്കുമ്പോൾ 15ഓളം ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, അവരൊരു പവർഫുൾ ഗ്രൂപ്പ്, അവരാണ് സിനിമ നിയന്ത്രിക്കുന്നത്, സിനിമാ ലോകം നിയന്ത്രിക്കുന്നത്. അവരും അവരോട് ചേർന്ന് നിൽക്കുന്നവരും കാണിക്കുന്ന പല സംഭവങ്ങളും കുറ്റകരമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇന്ത്യയിലെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കുറ്റകരമാണ്. അപ്പം അങ്ങനെ കുറ്റം ചെയ്തത് വെളിവായിട്ടുണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല, കേസെടുക്കേണ്ടി വരും. അതിനകത്ത് നമ്മൾക്ക് സാധാരണ കാണുന്ന ഒരു ചില ഗേൾസ് എന്നുള്ളൊരു പ്രയോഗം ജസ്റ്റിസ് ഹേമ കമ്മീഷനകത്ത് പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്തവരും പീഡനത്തിന് വിധേയമായോ ഇല്ലയോ എന്ന് ഒരു സംശയമുണ്ട്. എങ്കിലും അതിനകത്ത് സാധാരണ പറഞ്ഞു പോയിരിക്കുന്നത് സെക്ഷൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. 354 പ്രകാരം സെക്സ്വൽ അസോൾട്ട്, 354 അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ, സ്ത്രീകളിലേക്ക് അവർ ക്രിമിനൽ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. കയ്യെ പിടിച്ച് വലിക്കുകയോ ബലപ്രയോഗം വല്ലതും നടത്തിയിട്ടുണ്ട് സിനിമാ നടികളെ. അപ്പൊ 354 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 74 പ്രകാരവും 354 ഭാരതീയ ന്യായ സംഹിത 375 പ്രകാരവും, അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട്, ദേഹത്ത് തൊട്ട് കളിച്ചിട്ടുണ്ട് പലരും. അത് പല രീതിയിലുള്ള ആൾക്കാരാണ്, സിനിമാ മേഖലയിലുള്ള ലൈറ്റ് ബോയ് മുതലായിരിക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ടെക്നിക്കൽ സൈഡിലുള്ളവരും. അപ്പൊ അവര് ഫിസിക്കൽ കോണ്ടാക്ട് നടിമാര്, ചെറിയ നടിമാര്, വലിയ നടിമാര് ചിലപ്പോൾ അംഗീകരിക്കത്തില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സെക്ഷൽ ഓവർ ടാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സെക്ഷൽ അൺവെൽക്കമിങ് ആയിട്ടുള്ള സെക്ഷൽ ഓർ എക്സ്പ്ലിസിറ്റ് ഓവർചർ അതും നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെക്ഷലായിട്ട് ചേഷ്ടകൾ കാണിക്കുക, വൃത്തികേടുകൾ കാണിക്കുക, അങ്ങനെ സംസാരിക്കുക. പിന്നെ സെക്ഷൽ ഡിമാൻഡ് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒഫൻസാണ്, 3 വർഷം വരെ ശിക്ഷ ഉണ്ട് അതിനകത്ത്. സെക്ഷലി കളേർഡ് ആയിട്ടുള്ള ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ 1 വർഷത്തെ തടവ് കിട്ടുന്നതാണ് അതൊക്കെ. പിന്നെ ഇതിനകത്ത് റേപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ് വരാം, അത് ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം തടവൊക്കെ കിട്ടാവുന്ന ഒഫൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ 506 പ്രകാരമുള്ള പഴയ IPC പ്രകാരം 506, ഇപ്പോഴത്തെ 351 പ്രകാരം 7 വർഷം വരെ തടവ് ശിക്ഷ ഭീഷണിപ്പെടുത്തി ക്രിമിനൽ ഇന്റിമിഡേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ 3 വർഷത്തെ വരെ തടവ് ലഭിക്കാവുന്ന 509 മോശമായ പദപ്രയോഗങ്ങൾ, ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള. അപ്പം പൊതുവെ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ധാരാളം ഈ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ആരാണ് അത് കാണിച്ചത്, അവർക്കെതിരായി പ്രത്യേകം FIR എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിനുള്ള ഡയറക്ഷൻ ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ ലോവർ കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അത് വിളിച്ചു വരുത്തി കോടതി അതിനകത്ത് നടപടി എടുക്കേണ്ടിയും വരും. പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് ഒരാള് ഇതുപോലെ ആരോപണ വിധേയൻ മന്ത്രിയാണ്, അതുപോലെ ഒരാൾ MLA ആണ്, അതുപോലെ അമ്മ സംഘടനയിൽ അംഗങ്ങളായ പലരുമുണ്ട്, സിനിമയിൽ നിന്ന് ആക്റ്റീവായി നിൽക്കുന്നവരുണ്ട്, സംവിധായകരുണ്ട്, പല മേഖലയിലുള്ളവരും ഉണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
മലയാള സിനിമാ രംഗത്ത് അജയരാണ് എന്ന് കരുതിയ പലരും കേസിനകത്ത് പ്രതികളാകും. അവർക്ക് ജാമ്യത്തിന് പോകേണ്ടി വരും. അത് WCCയുടെ അന്നത്തെ ഒരു സിനിമാ നടിയെ വളരെ മോശമായ രീതിയിൽ കാറിൽ കയറ്റി സെക്ഷുവലായിട്ടുള്ള അസാൾട്ടും സെക്ഷുവലായിട്ടുള്ള പ്രവൃത്തിയും ചെയ്തതിൻ്റെ ഫലം ഒരു നടൻ ഇപ്പം അനുഭവിക്കുകയാണ്. ആ നടനാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പൾസർ സുനി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ കേസ് പൾസർ സുനി ഇപ്പൊ ജയിലിലാണ്. വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പലതും ഇപ്പോൾ വെളിയിൽ ചെറിയ രീതിയിലെങ്കിലും വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 2017, 2018 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും പോപ്പുലറായ ഏറ്റവും ലീഡ് റോളിൽ നിന്നിരുന്ന വ്യക്തിയാണ് ആ കേസിലെ 8ാം പ്രതിയായിട്ട് വന്നത്. എറണാകുളത്ത് അതിൻ്റെ ട്രയൽ നടക്കുകയാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ആ തെളിവുകൾ വന്ന സ്ഥിതിക്ക് അത് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് അതേ രീതിയിലുള്ള പ്രവൃത്തികൾ മലയാള സിനിമ രംഗത്തുള്ള നടികളുടെ മേലിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതിനെക്കാട്ടിലും മൈനറായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇനി FIR ആവും. പല നടന്മാരും സമാധാനം പറയേണ്ടി വരും, പല സ്ഥലന്മാരും ജാമ്യം എടുക്കേണ്ടി വരും. ഇതിൻ്റെ തുടക്കത്തിലെ ഈ വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തു വിടണം, അത് സ്ക്രീൻ ചെയ്ത് വിടണം എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലെയുള്ളവർ പറയുകയും ചെയ്തു, ഇത് പുകില് തുടങ്ങുന്നതേ ഉള്ളൂ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കാരണം ഹേമ കമ്മീഷനിലേക്ക് 10-60 പേര് WCCയിലുള്ളവരും അല്ലാത്തവരും അവിടെ വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. ചിലരെ മൊഴി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ചിലര് ഒപ്പിടാതെ പോയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ കണ്ടൻസിനകത്ത് ചില വ്യക്തികളെ സ്ത്രീകളോട് കാണിച്ച അപമാനം, അവരോട് കാണിച്ച സെക്ഷൽ അസോൾട്ട്, അവരോട് കാണിച്ചിട്ടുള്ള അറ്റംപ്റ്റ് ടു റേപ്പ്, അങ്ങനെയുള്ള കുറേ ക്രിമിനൽ ഒഫൻസസ് വരുന്ന കുറ്റങ്ങളാണ് അവിടെ പരാതി രൂപേണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഗവൺമെന്റിന് ഇനി അതിൽ നിന്ന് പിന്മാറാൻ ഒക്കില്ല. കോടതിയുടെ കൃത്യമായ ഡയറക്ഷൻ, നിയമപരമായ ഡയറക്ഷൻ ഹൈക്കോടതിയിൽ നിന്നും വരും, ഇവിടുത്തെ ലോവർ കോടതിയിൽ നിന്നും വരുമെന്ന് ഞാൻ കരുതുന്നു.